ഹായ് ഫ്രണ്ട്സ്, 1 2 3 1 2 3 ഒന്നും ഒന്നും രണ്ട് രണ്ടും ഒന്നും മൂന്ന്. LKG ക്ലാസ് ആണോ? അല്ല, പറയാൻ വരട്ടെ. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 2 3 ഇങ്ങനെ 10 വരെ അക്കങ്ങൾ എഴുതി കൂട്ടണമോ? വേണ്ട. 1 മുതൽ 10 വരെയുള്ളത് 10 സംഖ്യകളാണ്. 10 ഗുണം എണ്ണി തുടങ്ങുന്നത് 1-ലാണ്. 1 അധികം 10 ഭാഗം 2. അപ്പോൾ 11 ഗുണം 10 110 ഭാഗം 2 55. ഉത്തരം കിട്ടി. ഇങ്ങനെ 1 മുതൽ 100 വരെയുള്ള അക്കങ്ങൾ എഴുതണമെങ്കിലോ എഴുതിക്കൂട്ടാൻ എന്ത് ചെയ്യും? ഇവിടെ നൂറ് ഗുണം 100 അധികം 1 ഭാഗം 2. അപ്പോൾ നൂറ്റി 1 ഗുണം 100 ഭാഗം 2 50. ഉത്തരം 5050 എന്ന്. ഇനി ഈവൻ നമ്പേഴ്സിന്റെ തുകയാണ് കണ്ടെത്തേണ്ടതെങ്കിലോ 2 4 6 8 10 ഇങ്ങനെ 100 വരെയുള്ള സംഖ്യകളുടെ 100-അകത്തുള്ള സംഖ്യകൾ, അതായത് 100 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കാണേണ്ടതെങ്കിലോ അതിനുള്ള സമവാക്യമാണ് n ഇൻറ്റു n+1. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് 50. ഇനി 50-നോട് 1 കൂട്ടുക. n ഇൻറ്റു n+1. അൻപത് ഗുണം 51. അപ്പോൾ 2550 എന്ന് കിട്ടും. ഇനി ഓഡ് നമ്പേഴ്സ് ആണ് കണ്ടെത്തേണ്ടതെങ്കിലോ 1 3 5 7 9 തുടർച്ചയായ 5 ഓഡ് നമ്പേഴ്സിന്റെ തുകയാണ് കണ്ടെത്തേണ്ടതെങ്കിലോ വളരെ ഈസിയാണ്. 5². അതായത് 5 പദങ്ങളുണ്ട്. അപ്പോൾ 5ന്റെ സ്ക്വയർ ആയിരിക്കും 25. ഇങ്ങനെ നമ്മൾ കണക്കിന് പഠിക്കുന്ന വിഭാഗത്തെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതുപോലെ വേറെ പല കാര്യങ്ങളും അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.